നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമ്മൾ സർ ഒരു കുട്ടി ജനിച്ചു തുടങ്ങി ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെ വാർദ്ധക്യം വരെ എത്തി. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മരണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ കർമ്മങ്ങളാണ് നടത്തേണ്ടത്, അതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഈ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്നത് പല സമുദായങ്ങളിലും ഈ മരണകർമ്മങ്ങൾ പല വിധത്തിലാണ്. അവരുടെ ചില സമുദായങ്ങൾക്ക് അവരുടേതായ ആചാര്യന്മാരുണ്ടാവും, ചില സമുദായങ്ങൾക്ക് വേറെ രീതിയിലുള്ള ആചാര്യന്മാരുണ്ടാവും. അപ്പോൾ മരണം കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഹൈന്ദവ രീതിയിലേക്ക് വരികയാണെങ്കിൽ ചില സമുദായത്തിലുള്ള ആളുകൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ജ്യോത്സ്യനെ പോയി കാണും. ജ്യോത്സ്യനെ കണ്ടിട്ട് ആ മരണം സംഭവിച്ചത് ഏതെങ്കിലും ദോഷത്തിലാണോ മരിച്ചിരിക്കുന്നത്, അതായത് അവിട്ടം മുതൽ 5 നാൾ വസുപഞ്ചകം എന്നു പേർ എന്നാണ് അതിൻ്റെ ഒരു പ്രമാണം. അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 5 നാളുകളിൽ മരിച്ചു കഴിഞ്ഞാൽ വസുപഞ്ചക ദോഷം എന്നുള്ളൊരു ദോഷമുണ്ട്. അപ്പം അതിന് പിണ്ടനൂൽ ദോഷം എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ യമരുദ്രാഹി മുപ്പൂരം എന്നുള്ള നാളുകൾ, ഭരണി, ആയില്യം, പൂരം, തൃക്കേട്ട, പൂരാടം, പൂരുട്ടാതി ഇങ്ങനെയുള്ള നാളുകൾ ഈ യമരുദ്രാഹി നാളുകൾ, ഇതും പിണ്ടനൂൽ നക്ഷത്രങ്ങൾ തന്നെയാണ്. തിഥിയിൽ പഞ്ചമി തിഥി, ഈ പഞ്ചമിയിൽ മരിച്ചാലും ദോഷമുണ്ട്. അപ്പോൾ പഞ്ചമിയിൽ മരിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ചില സമുദായത്തിലെ അംഗങ്ങൾ, ചില സമുദായത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അവർ ജ്യോത്സ്യൻ്റെ സഹായം തേടി ഇങ്ങനെയുള്ളതൊക്കെയാണ് സംഭവിച്ചത്, നല്ല ദോഷങ്ങളുണ്ടോ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒന്ന് സംസാരിച്ച് പോകും. മറ്റുള്ള സമുദായങ്ങളിൽ എല്ലാം അവരിൽ തന്നെ ആചാര്യനുണ്ടാവും. അതായത് ഈ മറ്റേ മരണകർമ്മം ചെയ്യാൻ വരുന്ന ആ പൂജാരി തന്നെയാണ് അതിൻ്റെ ആചാര്യനും. അപ്പോൾ അങ്ങേര് പറയും ഇന്നതാണ് ദോഷം, ഇത് ചെയ്യണം, അത് ചെയ്യണം. മറിച്ച് വേറൊരു ജ്യോത്സ്യൻ്റെ സഹായം തരുന്നൊരു പരിപാടി അവിടെ ഇല്ല. കാരണം അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ വരുന്ന ആളാണ്, ഈ ശാന്തിക്കാരനെല്ലാം തീരുമാനിക്കും ഇന്നതാണ് ദോഷം, ഇതിന് ഇന്നത് ചെയ്യണമെന്ന് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ശുദ്ധമായ ഒരു മണ്ടത്തരമാണ്. കാരണം ഈ അവിട്ടം മുതൽ 5 നാൾ വസുപഞ്ചകം എന്ന് പേർ എന്ന് പറയുന്ന നക്ഷത്രദോഷങ്ങളാണ്. അപ്പോൾ നല്ലൊരു ആസ്ട്രോളജർ, അറിവുള്ളൊരു ആസ്ട്രോളജറെ സഹായമാണ് തേടുന്നതെങ്കിൽ മരണശേഷം ഈ ഇദ്ദേഹം വിധിക്കുന്ന പൂജാവിധികളൊന്നും അങ്ങനെ പറയില്ല. അപ്പോൾ ആചാര്യൻ നല്ല ആചാര്യനാണെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്താണ് പറയുന്നത്, ഞാൻ പറയും അവിട്ടം മുതൽ 5 നാൾ വസുപഞ്ചക ദോഷത്തിന് 16 രാത്രി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം വേണമെങ്കിൽ ഒരു ചെറിയ കർമ്മത്തിലൂടെ ഈ വസുപഞ്ച നക്ഷത്ര ദോഷങ്ങൾ വേണമെങ്കിൽ ആവാഹിച്ച് കളയാം. അത് കളയാൻ പറ്റാൻ കെൽപ്പില്ലാത്തവരാണെങ്കിൽ ഈ മരണകർമ്മം എല്ലാം ചെയ്യുന്ന സമയത്ത്, അതായത് ബലി പിണ്ടം വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഈ പിണ്ടം വയ്ക്കുന്ന സമയത്ത് ആ പിണ്ടത്തിൻ്റെ മുകളിൽ ഒരു നൂലെന്ന് പറഞ്ഞാൽ ശേഷം കെട്ടുന്ന നൂലുണ്ട്, തോർത്ത് ശേഷം കെട്ടും. അതായത് ഇതിൻ്റെ കർമ്മം ചെയ്യുന്ന ആൾ അതിനോട് ബന്ധപ്പെട്ട പുത്രനാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ അവർ ശേഷം കെട്ടാന്ന് പറയും. അവർ ഈ ബന്ധിക്കുന്ന ആ തോർത്തിൻ്റെ ഒരു നൂലെടുത്തിട്ട് പിണ്ടത്തിൽ വട്ടം വെച്ച് ചെയ്യുന്നൊരു കർമ്മമാണ്. അതാണ് പിണ്ടനൂൽ ദോഷം എന്ന് പറയാം. പിണ്ടനൂൽ ദോഷം എന്ന് പറഞ്ഞാൽ ഈ ബലികർമാദികൾ ചെയ്യുന്ന ദിവസങ്ങളിൽ ആ ബലിച്ചോറിൻ്റെ മുകളിൽ, ഉരുട്ടി വയ്ക്കുന്ന ബലിച്ചോറിൻ്റെ മുകളിൽ ഈ നൂല് വട്ടം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പിണ്ടനൂൽ ദോഷം. അപ്പോൾ ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷം അവിടെ തീർന്നു. പിന്നെ ഒരു അനുബന്ധ പൂജയുടെ ഒരു ആവശ്യമില്ല. പിന്നീട് അവർക്ക് ഭയപ്പാടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ 16 രാത്രി കഴിയുമ്പോൾ ശിവക്ഷേത്രത്തിൽ വേണമെങ്കിൽ ഈ പിണ്ടകർത്താവിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേരിലൊക്കെ ധാരയും കൂളപുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം, വേണമെങ്കിൽ മൃത്യുഞ്ജയ ഹോമോ പുഷ്പാഞ്ജലിയൊക്കെ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു നിർഗതിയില്ലാതെ നിൽക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് നിസ്സാര പൈസ മതി. ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു ദോഷമോട്ട് വരാനും പോകുന്നില്ല. അപ്പോൾ ഇത് തന്നെ ഈ വരുന്ന ആചാര്യനാണ് പറയണമെങ്കിൽ ഇത് വലിയ രീതിയിൽ പെരുപ്പിച്ച് പറയും. ഇത് ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത 5 മരണം ഉണ്ടാവും ഇവിടെ. വസുപഞ്ചകം എന്ന് പറഞ്ഞാൽ പഞ്ചമിക്ക് തുല്യമാണ്. ചെയ്തില്ലെങ്കിൽ സംഗതി കാലദണ്ഡിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞ് പേടിപ്പിക്കാം. അതും ഒരു നിർഗതി ഇല്ലാത്തവർ, നിർഗതി ഉള്ളവരാണെങ്കിൽ പോലും, എത്ര വിദ്യാഭ്യാസം വിവരം ഉണ്ടെന്ന സമൂഹത്തിൽ വളരെ അംഗീകാരം കിട്ടിയവരാണെങ്കിൽ പോലും ഈ സമയത്ത് ഇദ്ദേഹം പറയണതല്ലാണ്ട് വേറെ ആരുടെയും ഉപദേശം തേടില്ല. അവർക്കൊട്ട് അറിവുണ്ടാവില്ല. ഇപ്പോൾ IAS ഓഫീസറാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അറിവുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറയും ഇന്നതാണ് ചെയ്യണത്, ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നാണ് എല്ലാം തലയാട്ടി ഓക്കെ ചെയ്യാമെന്ന് തന്നെ പറയും. പിന്നെ അതേപോലെ പഞ്ചമിയിൽ മരിച്ചു കഴിഞ്ഞാൽ 5 മരണം ഉണ്ടാവുമെന്നും പറഞ്ഞും പേടിപ്പിക്കും. അപ്പോൾ ശരിക്കും പഞ്ചമിയിൽ 5 മരണം പറയുന്നുണ്ട്. അത് പറയുന്നത് മരിക്കുന്ന സമയത്തിൻ്റെ അഷ്ടമത്തിൽ ചന്ദ്രൻ രാഹുവിനോടൊപ്പം വന്നാൽ മാത്രമേ ഈ 5 മരണം സംഭവിക്കുകയുള്ളൂ.
അപ്പോൾ ചന്ദ്രൻ രാഹുവിനോടൊപ്പം മരിക്കുന്ന സമയത്തിൻ്റെ അഷ്ടമത്തിൽ വന്നാൽ മാത്രമേ പഞ്ചമിക്ക് 5 മരണം പറയണുള്ളൂ. അങ്ങനെ വരുന്ന ആ ഒരു ദോഷം നമ്മളെ കൊണ്ട് പൂജ ചെയ്തോട്ട് തടുക്കാനും സാധിക്കില്ല. കാരണം അങ്ങനെ വളരെ റയറായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഈ സംഭവിക്കുന്ന വീട്ടുകാർക്ക് ഇതിലൊന്നും വിശ്വാസമൊട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവരത് ഏറ്റുവാങ്ങും. അത് വിധിയാണ്. വിധിയെ തടുക്കാനായിട്ട് ഒരാളെ കൊണ്ട് സാധിക്കില്ല. അല്ലാതെ വരുന്ന കേസിലൊക്കെ ഇപ്പോൾ ഇവർ പൂജാപരിഹാരം ചെയ്തില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം ഈ ജനങ്ങളെ സംബന്ധിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഈ അടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, വസുപഞ്ചകത്തിലാണ് മരിച്ചത്, അത് 16 കഴിഞ്ഞ് 41-നുള്ളിൽ ഇതിൻ്റെ പരിഹാര പൂജ ചെയ്തില്ലെങ്കിൽ സംഗതി പ്രശ്നം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ സാമ്പത്തികമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇത് അന്ന് ചെയ്യേണ്ട ഒരു കർമ്മമായിരുന്നു. കാരണം ഈ പിണ്ടത്തിൽ നൂല് വെച്ച് ചെയ്ത പിണ്ടനൂൽ ദോഷമാണ്, അതങ്ങ് മാറ്റിക്കളഞ്ഞെങ്കിൽ ഇതിൻ്റെ ഒരു വേവലാതിയുടെ ആവശ്യമില്ല. അപ്പോൾ അമ്മ ഒട്ടും സമ്മതിക്കുന്നില്ല. കാരണം പ്രായമായ ആളുകളാണ്, കുറേ അന്ധമായ വിശ്വാസങ്ങളൊക്കെ ധരിച്ച് വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഭയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു 3 ദിവസം അടുപ്പിച്ച് ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിലും ചെയ്യുക. ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ വീട്ടിൽ ഒരു അനർത്ഥോ മരണമൊന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഈ കാര്യത്തിൽ തന്നെയുള്ള വേറെ സംഭവം, ചില നാടുകളിൽ ചില സമുദായങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്നാണ് മരിക്കുന്നതെങ്കിൽ നാളെയാണ് ശവമടക്ക്. ഈ വരുന്ന ആചാര്യൻ നാളെ മുതലാണ് എടുക്കുന്ന, ഈ ദഹിപ്പിക്കുന്ന ദിവസം മുതലേ ദിവസം എണ്ണുള്ളൂ, അല്ലാതെ മരിച്ച ദിവസം മുതൽ കൂട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇത് തന്നെ മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു മരണം കഴിഞ്ഞപ്പോൾ ചെറിയ തർക്കം വന്നു, നമ്മളുടെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ആചാര്യനായിട്ട് ഫോണിൽ സംസാരിച്ചു, എന്താണ് ഇതിൻ്റെ ബേസ് എന്ന് ചോദിച്ചു. ആൾ പറഞ്ഞപ്പോൾ ഗൾഫിലൊക്കെയാണ് മരിക്കണമെങ്കിൽ ബോഡി വരണമെങ്കിൽ ചിലപ്പോൾ 20 ദിവസം 21 ദിവസമൊക്കെ ആവും. ഇത് കഴിഞ്ഞിട്ട് ദഹിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ദിവസം കൂട്ടാൻ പറ്റുള്ളൂ, അല്ലാതെ കർമ്മം വിജയിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് വേറെ എന്താ കർമ്മം വിജയിക്കാൻ? മരിച്ച വീട്ടിൽ നിന്ന് ആളോ മരിച്ചു, കുറേ ധനവും പോയി, പിന്നെ ഇനി അതിനകത്ത് കർമ്മം വിജയിക്കാൻ ഇത് പൂജാതി കർമ്മമൊന്നുമല്ലല്ലോ. അപ്പം മരിച്ച ആൾ മരിച്ചില്ലേ എന്ന് ചോദിച്ചു. മരിച്ചു, ആ സമയം മുതൽ ഈ ആളില്ലാണ്ടായില്ലേ, അതിന് നിങ്ങൾ എന്താ പറയണമെന്ന് വെച്ചാൽ അത് ആൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പം നമ്മളവരോട് പറഞ്ഞു മരിച്ച സമയം മുതൽ, ഏത് സമയത്താണോ ആൾ മരിച്ചത് ആ സമയം മുതൽ മരണം ഫീലായി കഴിഞ്ഞു. പിന്നെ എടുക്കുന്നതിനൊരു പ്രസക്തിയില്ല. നിങ്ങൾ ഇന്ന് എടുക്കുകയോ നാളെ എടുക്കുകയോ 5 ദിവസം കഴിഞ്ഞെടുക്കുകയോ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും മരിക്കുന്ന സമയം മുതൽ ദിവസം എണ്ണണം, നിർബന്ധമാണ്. ഈ ദിവസം എണ്ണിയിട്ട് 16 രാത്രി കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബത്തിന് യാതൊരുവിധ പുലവാലായ്മ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞാണ് ഈ ബോഡി ദഹിപ്പിക്കണമെങ്കിൽ പോലും ഇവരുടെ പല വാലായ്മ കഴിഞ്ഞു. കാരണം മരിച്ചു എന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന കറക്റ്റ് ആണെങ്കിൽ കർമ്മം ഇവിടെ ചെയ്യണം. 5-ൻ്റെ അന്നോ 7-ൻ്റെ അന്നോ 9-ൻ്റെ അന്നോ വരെ സഞ്ചയനം ആവാം. അപ്പോൾ ഈ സഞ്ചയനമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പിണ്ടകർത്താവിൻ്റെ, അതായത് ശേഷം കെട്ടിയിരിക്കുന്ന ആളുടെ നാളൊക്കെ നോക്കിയിട്ടാണ് ദിവസങ്ങൾ മാറ്റി ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈ രുദ്രാഹി നാളുകളൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെയാണ് സാധാരണ രീതിയിൽ, ഇതിനൊക്കെയാണ് ശരിക്കും ജ്യോത്സ്യനെ സമീപിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ പറഞ്ഞ ചില ഭാഗങ്ങളിലുള്ള ഒരു മിസ്റ്റേക്ക്, മരിച്ചിട്ട് പിറ്റേ ദിവസം എടുക്കണമെങ്കിൽ ആ ദിവസം മുതൽ എണ്ണുമ്പോൾ തന്നെ സഞ്ചയനം 5-ൻ്റെ അന്നെന്ന് പറഞ്ഞാൽ 6-ൻ്റെ അന്നാണ് നടക്കുന്നത്. അവിടെ തന്നെ ഇരട്ട വന്നു കഴിഞ്ഞു. അവരുദ്ദേശിക്കുന്ന 7 എന്ന് പറയുമ്പോൾ 8 ആയിട്ടുണ്ടാവും, 9 എന്ന് പറഞ്ഞാൽ 10 ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഈ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. കാരണം അവർ 1, 2, 3 മാസം ശാന്തിപ്പണി പഠിച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഉറക്കെ കുറേ മന്ത്രമൊക്കെ ചൊല്ലും. ശുക്ലാം ഭരതരം വിഷ്ണും ചതുർഭുജം പ്രസന്നവസനം ധ്യായേൽ സർവജ്ഞോപശാന്തയെ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ അയ്യോ വലിയ മന്ത്രമൊക്കെയാണ് ഇത്. ഇതൊന്നും ഭഗവാന്റെ മൂലമന്ത്രമൊന്നുമല്ല. ഇത് മൂലമന്ത്രമല്ല, ധ്യാനമന്ത്രമാണ്. മഹാവിഷ്ണുവിനെ വണങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം, മരിക്കുന്ന വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നമുക്ക് ആർക്കും പ്രവേശനം, ഹൈന്ദവ രീതി അനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നിഷിദ്ധമാവുന്നുണ്ട്. അതിൻ്റെ കാരണം മരണ വീട്ടിൽ നിന്ന് ദേവതാ സാന്നിധ്യം അപ്രത്യക്ഷമാവാണ്. 16 രാത്രി കഴിഞ്ഞിട്ടേ ഈ ദേവതാ സാന്നിധ്യം വീണ്ടും നമുക്കവിടെ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ മന്ത്രം ചൊല്ലിട്ട് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് അവർ വന്ന് മന്ത്രം ചൊല്ലുകയോ ചൊല്ലാതിരിക്കുകയോ, ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഓരോ സമുദായത്തിന് ഓരോ രീതിയിലുള്ള ആചാരങ്ങളുണ്ട്. അത് ചില ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ ആളെണ്ണം കൂടുതലുണ്ടെങ്കിൽ ഈ കർമ്മം മരണകർമ്മം ഏതാണ്ട് 2-3 മണിക്കൂർ അങ്ങ് നീട്ടിപ്പോകും. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ലളിതമായ രീതിയിൽ ഏറ്റവും കൂടിയാൽ ഈ കർമ്മം തുടങ്ങി 1 മണിക്കൂറിനുള്ളിൽ തീർത്ത് ആളുകളെ പിരിച്ചുവിടുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ബലികർമാദികൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ മരണകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവർക്ക് ചെയ്യാം. അല്ലാതെ മരിച്ചു കിടക്കുന്ന ബോഡി വെച്ചിട്ട് 3 മണിക്കൂറൊക്കെ എന്താ പറയുക, അവർ ആൾക്കാരുടെ ബലം നോക്കിയിട്ട് ഒരുപാട് ഭയങ്കര മന്ത്രങ്ങളൊക്കെ ചൊല്ലി, ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ല. അതായത് ചെയ്യുന്ന വീട്ടുകാരാകെ വിഷമിച്ച് രാവിലെ മരിച്ചിട്ട് രാത്രി തന്നെ എടുക്കണമെങ്കിൽ അത്രയും വിഷമിച്ച് തളർന്ന ആവശ്യമായിട്ടൊക്കെ ഇരിക്കുമ്പോഴും
അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാമെന്നല്ലാതെ കണ്ട് അതുപോലെ വന്നിരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കാമെന്നല്ലാതെ കണ്ടിട്ട് നമ്മളുടെ പ്രാഗൽഭ്യം തെളിയിക്കേണ്ട ഒരു വേദിയല്ല ഒരിക്കലും മരണ വീട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൂടാതെ ചില ആചാര്യന്മാർ സഞ്ചയനത്തിൻ്റെ അന്ന് വേറെ ദോഷമുണ്ട്, അതുകൊണ്ടൊരു ഹോമം ഞാൻ കണ്ടിട്ടുണ്ടതെല്ലാം, ഹോമം ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ ഹോമം ഉണ്ടാക്കി കൂട്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ അവിടെ ഗണപതിനെ പ്രതിഷ്ഠിച്ചു, ദുർഗേനെ പ്രതിഷ്ഠിച്ചു. ഒരു ആചാര്യനോട് ഞാൻ ചോദിച്ചു എന്താണ് കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഞാനവിടെ ദുർഗേനെയും ഗണപതിനെയും വരുത്തിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആളോട് ചോദിച്ചു എൻ്റെ ചേട്ടാ ഈ മരണ വീട്ടിൽ 16 ദിവസത്തേക്ക് ദേവതാ സങ്കല്പം ഇല്ല, സാന്നിധ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഗണപതിനെയും ദുർഗേനൊക്കെ അവിടെ എങ്ങനെ വരുത്തിയേ, വരുമെന്ന് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എന്നെ ആചാര്യം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് കാണിച്ചു കൊട്ടുന്ന അല്ല. ആൾ പറഞ്ഞു, ആളൊരു നിർദോഷിയായതുകൊണ്ട് പറഞ്ഞു എനിക്ക് തന്നിരിക്കുന്ന അറിവ് വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ കണ്ട് എനിക്കിതിൻ്റെ പൂർണ്ണത അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്ക് ഈ പറഞ്ഞ 10-നും 15-നും തീർക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പല ആളുകളും മരിച്ച അന്ന് തന്നെ എല്ലാം തീർത്ത് പിറ്റേ ദിവസം പരിപാടിയും തീർത്ത് വിദേശത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് 16 രാത്രി കഴിഞ്ഞാൽ മാത്രമേ പുലവാലായ്മ എന്നുള്ള നെഗറ്റീവ് എനർജി നമ്മളെയും ഈ ദേഹി, അതായത് മരിച്ച ആൾ അധിവസിച്ചിരുന്ന ആത്മാവ് എന്ന് പറയുന്ന ദേഹി ഈ ദേഹം വിട്ടു പോകാമെന്ന് പറഞ്ഞാൽ ആ പരിസരങ്ങൾ ചുറ്റിപ്പറ്റി നിന്നിട്ട് 16 രാത്രി കഴിഞ്ഞാൽ മാത്രമേ ഈ മരിച്ച ആളുടെ ആത്മാവ് അവിടെ വിട്ടു പോവുകയുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ എന്ത് പൂജ ചെയ്താലും ചെയ്തില്ലെങ്കിലും 16 രാത്രി കഴിഞ്ഞാൽ ഈ ആത്മാവ് ഭൂമി വിട്ട് പോകും. അതിന് പൂജയായിട്ട് യാതൊരു ബന്ധമില്ല. 16 രാത്രി കഴിഞ്ഞിട്ട് മാത്രമേ പരിഹാര പൂജകളിലേക്ക് പോലും പോകാൻ പാടുള്ളൂ. 10-നും 15-നും തീർത്തിട്ട് 12-ൻ്റെ അന്ന് പൂജയൊക്കെ ചെയ്തു ഞങ്ങൾ ഗംഭീര ആൾ വന്നിട്ട് ചെയ്ത് ആവാഹിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ അറിഞ്ഞിരിക്കണം, മരണകർമ്മം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ പിന്നെ അകനാൾ കരിനാൾ ഇങ്ങനെയുള്ള ചില നാളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ മരിച്ചാലും വലിയ ദോഷങ്ങളൊന്നും കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് വരില്ല. അപ്പോൾ അത് വന്നാൽ പോലും അതിനെല്ലാം ശിവഭഗവാന്റെ അടുത്തുള്ള ക്ഷേത്ര വഴിപാടുകൾ കൊണ്ട് തന്നെ ഒരുമാതിരിയുള്ള കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ട് കിട്ടും. അപ്പോൾ വരുന്ന ആചാര്യന്മാർ 41-ന് മുമ്പ് ഈ ഹോമമൊക്കെ നടത്തിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. ഒരാൾ മരിച്ചിട്ട് ഈ മരിച്ച ദിവസത്തിൻ്റെ പഞ്ചമിയിലൊക്കെ വരുമ്പോഴാണ് പിന്നെ അഷ്ടമത്തിൽ ചന്ദ്രൻ രാഹുവിനോടൊപ്പം നിന്നാലാണ് കൂടുതൽ ദോഷമുള്ളൂ. അല്ലാതെ വരുന്ന വസുപഞ്ചക ദോഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കർമ്മിയെ കൊണ്ട് നക്ഷത്ര ദോഷങ്ങൾ ആവാഹിച്ച് കളയാൻ പറഞ്ഞാൽ ചെയ്യുന്ന ഒരു സംഭവമുള്ളൂ. അതിന് അങ്ങനെയുള്ള കർമ്മികളൊന്നും വലിയ സംഖ്യ വാങ്ങിക്കില്ല. ആണിനും പെണ്ണിനും കർമ്മം ചെയ്യുന്നതിന് തുല്യ അവകാശമുണ്ട്, അവിടെ ലിംഗവ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ സ്ത്രീ പീരീഡ്സിലൊക്കെ നിന്ന ഒരു സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു ആചാര്യൻ സ്ത്രീ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ വക കാര്യങ്ങളിൽ ലിംഗവ്യത്യാസമൊന്നുമില്ല. അവിടെ പോലും നമ്മൾ സ്ത്രീകൾക്ക് നിഷേധമാണ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് അശുദ്ധമായിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ മാത്രമേ അവരിത് ഒഴിവാക്കി നിർത്തേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത സമയത്ത് ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെയൊക്കെ ആചാര്യം പഠിപ്പിച്ചിരിക്കുന്നത് ചിതയ്ക്ക് തീ കൊളുത്തുന്നത് പോലും സ്ത്രീകൾക്കും ചെയ്യാം, യാതൊരു തടസ്സമില്ല. കാരണം അവരും സന്താനം തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. അശുദ്ധിയായിരിക്കുന്ന സമയമാണെങ്കിൽ മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തണം. അല്ലാത്തൊരു സമയത്ത് ഈ ലിംഗവ്യത്യാസം അവിടെ കാണിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്തുകൊണ്ട് യാതൊരു ദോഷവും കുടുംബത്തിലേക്ക് വരാനും പോകുന്നില്ല. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ.